മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഗൾഫിലെ പരിപാടികളോട് സഹകരിക്കില്ല എന്ന് UDF അനുകൂല സംഘടനകൾ. KPCCയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ഇത് സംബന്ധമായ നിർദ്ദേശം OICC, KMCC നേതാക്കൾക്ക് നൽകി. ഒക്ടോബർ 16 മുതലാണ് മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സൗദി സന്ദർശനം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒക്ടോബർ 16-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനം ആരംഭിക്കുന്നത്. ഒക്ടോബർ 16-ന് ബഹ്റൈനിലും, 17-ന് സൗദിയിലെ ദമാമിലും, 18-ന് ജിദ്ദയിലും, 19-ന് റിയാദിലുമാണ് പൊതുപരിപാടി. മലയാള മിഷന്റെ മലയാളോത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ വിപുലമായ 250 പേരടങ്ങുന്ന ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് UDF അനുകൂല സംഘടനകൾ വിട്ടുനിന്നു. പ്രത്യേകിച്ച് KMCCയുടെയും OICCയുടെയും ഒക്കെ നേതാക്കൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഈ ഗൾഫിലെ പരിപാടികളോട് സഹകരിക്കേണ്ടതില്ല എന്ന് KPCCയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നിർദ്ദേശമുണ്ട് എന്നാണ് നേതൃത്വം KMCCയുടെയും OICCയുടെയും ഒക്കെ നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തകർ KMCCയുടെയും OICCയുടെയും ഒക്കെ പ്രവർത്തകർ പങ്കെടുക്കില്ല എന്നാണ് സൂചന. അതിനുള്ള കാരണം പറയുന്നത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഗൾഫ് സന്ദർശനം എന്നാണ്. ഇതിനു പുറമെ ഈ മലയാള മിഷൻ്റെ രൂപീകരണത്തിൽ ഗൾഫ് മേഖലയിൽ ഈ UDF അനുകൂല സംഘടനകളുടെ നേതാക്കളെ, പ്രവർത്തകരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, നേതൃസ്ഥാനത്ത് പരിഗണിച്ചില്ല എന്ന ഒരു പരാതിയുമുണ്ട്. ആദ്യമായാണ് ഒരു കേരള മുഖ്യമന്ത്രി ജിദ്ദയിൽ എത്തുന്നത്. ജിദ്ദയിൽ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിൽക്കുന്ന, ഇടത് വലത് സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പ്രവർത്തകർക്ക് KPCCയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നിർദ്ദേശമുണ്ടായതുകൊണ്ട് അവർക്ക് അത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പങ്കെടുക്കാൻ ഒരു നിലക്കും സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.